ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം വിത്ത് നിധി. ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ ഒരു നാരങ്ങ അച്ചാർ എങ്ങനെ ഈസി ആയിട്ട് ഇടാം എന്നുള്ളത് എൻ്റെ ഒരു സ്റ്റൈലിനാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഗായ്സ്, നമ്മൾ അച്ചാറിടാനായിട്ട് ഒരു 600 ഗ്രാമോളം നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ നാരങ്ങ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം ഗൈസ്, നമ്മൾ നാരങ്ങ തിളയ്ക്കാനായിട്ട് കാത്ത് നിൽക്കണ്ട. അതായത് അതിൻ്റെ തോല് പൊട്ടി വരരുത്. തോല് പൊട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. തോല് പൊട്ടുന്നതിന് മുന്നേ ഒരു 3-4 മിനിറ്റോളം ചൂടായതിന് ശേഷം നാരങ്ങ എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നാരങ്ങ എടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയോ ടവലോ കൊണ്ട് ഈ നാരങ്ങ നന്നായിട്ട് തുടച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നായിട്ട് എടുക്കുക. അത് ഒന്നുകിൽ 4ആയിട്ട്, ചെറിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് 4ആയിട്ട് മുറിക്കാം. വലിയ നാരങ്ങയാണെങ്കിൽ ഞാൻ 8ആയിട്ടാണ് മുറിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ചുള്ള വലിപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നാരങ്ങേനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ചെറിയ നാരങ്ങയാണെങ്കിൽ 4 പീസായിട്ട്, അല്ലെങ്കിൽ വലിയ നാരങ്ങയാണെങ്കിൽ 8 പീസായിട്ട് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചുള്ള വലിപ്പത്തിന് മുറിച്ചെടുക്കണം. അപ്പം ഗൈസ്, നമ്മളിതിലേക്ക് ഏതാണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ഇച്ചിരി കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേങ്കിൽ കുഴപ്പമില്ല. കാരണം 2 ദിവസം കഴിയുമ്പോഴത്തേക്ക്, നമ്മൾ ഇന്ന് അച്ചാറിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇന്ന് തന്നെ അത് സെർവ് ചെയ്യാൻ ശ്രമിക്കരുത്. 2 ദിവസം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉപ്പും എല്ലാം ഒക്കെ കറക്റ്റ്, മുളകും ഒക്കെ കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും നാരങ്ങ അച്ചാർ ഇടുന്ന പാത്രങ്ങളിൽ പിന്നീട് മറ്റ് അച്ചാർ ചേർക്കുന്ന സമയത്തൊന്നും ഒരിക്കലും പച്ചവെള്ളം അതിലോട്ട് വരാതെ ശ്രദ്ധിക്കണം. നമുക്കപ്പോൾ അടുപ്പിലോട്ട് പാത്രം വെച്ചിട്ട് കടുക് താളിച്ച് അച്ചാറുണ്ടാക്കുന്നതിലേക്ക് പോവാം. ഞാനിവിടെ കടുക് താളിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതേ നല്ലെണ്ണയാണ്. വെളിച്ചെണ്ണയിലും അച്ചാറുണ്ടാക്കാം, നല്ലെണ്ണയിലുണ്ടാക്കാം. പക്ഷേ കൂടുതലും ടേസ്റ്റ് നല്ലെണ്ണയിലുണ്ടാക്കുമ്പോഴാണ്. ഗൈസ്, ഏതാണ്ട് ഒരു 1/4 കപ്പോളം നല്ലെണ്ണയാണ് ഞാനിവിടെ കടുക് താളിക്കാനായിട്ട് എടുക്കുന്നത്. കാൽ കപ്പോളം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഏതാണ്ട് ഒരു 1/2 കപ്പ് ഇഞ്ചി ഇടുകയാണ്. ഇഞ്ചി ചിലത് അതിൽ കുറച്ച് ഇടത്തുള്ളൂ, പക്ഷേ ഞാനിച്ച് തോന ഇടുക ചെയ്യുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അച്ചാറിനിടുന്നത് ഓരോരുത്തരെയും ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഞാനിപ്പോൾ ഏതാണ്ട് 1/2 കപ്പോളം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. 600 ഗ്രാം നാരങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇഞ്ചി ഏതാണ്ട് പാകമായി. അപ്പോഴത്തേക്ക് ഞാൻ 1/2 കപ്പോളം വെളുത്തുള്ളി തന്നെ അതിനകത്ത് ഇടുകയാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഗൈസ്, ഇതിപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും എല്ലാം പാകമായിട്ടുണ്ട്.
എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. വെളുത്തുള്ളി ഏതാണ്ടൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് പൊടി ഐറ്റംസ് ചേർക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ വരത്തില്ല, ഏതാണ്ട് ഒരു 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണിന് മുകളിലായിട്ട് കായപ്പൊടി, ഒരു 4 ടീസ്പൂൺ മുളക് പൊടി. ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഇതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ അതിലോട്ട് ഇടാം. ഈ ലാസ്റ്റ് വരുന്ന ഫൈനലായിട്ട് വരുന്ന ഈ ഒരു ഫ്ലൂയിഡ്, നാരങ്ങേൻ്റെ ആ നീര് ഇതിലോട്ട് ഒഴിക്കരുത്. അപ്പോഴത്തേക്ക് അത് അച്ചാർ കയ്പ്പ് കൂടുതലായിട്ട് ഉണ്ടാവും. തീ ഇപ്പോഴും നമ്മൾ സിം മോഡിലാണ് വെക്കേണ്ടത്. പിന്നെ ഒന്ന് ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഈ കായപ്പൊടിയൊക്കെ ഞാനിപ്പം 1 ടീസ്പൂണിന് മേളിലാണ് എടുത്തിരിക്കുന്നത്. ഈ അച്ചാറിനൊക്കെ കായപ്പൊടി ഇച്ചിരി അധികം ചിലർ ചേർക്കാറുണ്ട്. അങ്ങനെ ചേർക്കാതെ അതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ അച്ചാറിടുന്നത് ഒരിക്കലും നമ്മൾ ഒരു ബോട്ടിൽ, ഉടയുന്ന ഗ്ലാസ് ബോട്ടിലല്ലേ ഇടുന്നത്, അല്ലെങ്കിൽ ഭരണിയിലായിരിക്കും ഇട്ട് വയ്ക്കുന്നത്. അതൊരിക്കലും നനവുള്ളതായിരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ നനവുള്ളതാണെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവും. പിന്നെ എൻ്റെ വകയൊരു ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിടുന്ന ബോട്ടിൽ ജസ്റ്റ് ഇട്ട് വയ്ക്കുന്ന ബോട്ടിൽ ജസ്റ്റ് വിനാഗിരി ഒഴിച്ചൊന്ന് അതിൻ്റെ അകത്തൊന്ന് റൗണ്ട് ചെയ്യണം, ഒന്ന് ചുറ്റിക്കണം. അതിൻ്റെ അകത്തൊന്ന് ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് ആ വിനാഗിരിയും കളയണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് അച്ചാർ നമ്മൾ സെർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കേടുകൂടാണ്ട് കുറേ നാൾ ഇരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തീ കാണിക്കുക. അടുപ്പത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ അച്ചാറൊക്കെ ഏതാണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എരി കുറവാണെന്ന്. ഇത് എരിയൊക്കെ കറക്റ്റ് നമുക്ക് അറിയണമെങ്കിൽ 2 എരിയും ഉപ്പും ഒക്കെ നമുക്ക് കറക്റ്റ് അറിയണമെങ്കിൽ 2 ദിവസം കഴിയും. ഞാനൊരു കാര്യം മറന്നുപോയി, കറിവേപ്പില ഇടാനായിട്ട് മറന്നുപോയി. ഇപ്പോഴിട്ട് നേരത്തെ ഇടേണ്ടിയിരുന്നതാണ്. നാരങ്ങ അതിൻ്റെ അകത്തോട്ട് ഇടുന്നത് ഇടേണ്ടിയിരുന്നതാണ്. ഇനി ഞാൻ ഈ അച്ചാർ ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. പാൻ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇത്തിരി വിനാഗിരി, അതായത് ഒരു 1/4 കപ്പോളം വിനാഗിരി ചൂടാക്കി നമ്മുടെ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ സമയം നമുക്ക് മുളക് പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, മുളക് പൊടി എന്തെങ്കിലും പൊടി ഐറ്റം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അതിലോട്ട് ഒരു സ്വല്പം മുളക് പൊടി കൂടെ ഞാൻ ഇടുവാണ്.
തിളച്ചിട്ടുണ്ട്. അപ്പം ഗൈസ് നമ്മൾ പാനിൽ നിന്ന് വിനാഗിരി ഇതിലിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പം സ്വാദിഷ്ടമായ എൻ്റെ ഈസി റെസിപ്പിയാണിത്. സ്വാദിഷ്ടമായ വളരെ നല്ല എളുപ്പത്തിൽ ആർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിൻ്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ, അശ്വതീസ് ഡ്രീം വിത്ത് നിധി. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. പിന്നീട് കമൻറ്റ്, ഇതല്ലാണ്ട് നിങ്ങൾക്ക് വല്ല ടിപ്സും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്സ് ടു ആൾ ഫോർ വാച്ചിങ് മൈ ചാനൽ.